ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ജനറൽ ഇക്വിലിബ്രിയം ഓഫ് ആൻ ഓപ്പൺ ഇക്കോണമി യൂസിങ് ISLM BP കർവ്. അത് ISLM മോഡലിൽ ഓപ്പൺ ഇക്കോണമി മോഡലിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് ഇത് വരുന്നത്. IS കർവിൻ്റെ ഡെറിവേഷൻ പഠിച്ചതാണ്, LM കർവിൻ്റെ പഠിച്ചു, അതുപോലെ BP കർവിൻ്റെയും പഠിച്ചു. അതിനുശേഷം എങ്ങനെയാണ് ജനറൽ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്നത് എന്നാണ് ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത്. നമ്മളിനി ഇവിടെ അതിൻ്റെ ഡെഫിനേഷൻ കാര്യമായിട്ട് പറയുന്നില്ല, ഓരോ കർവും എന്താണെന്നുള്ളത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ IS കർവ് എന്ന് പറയുന്നത് ഗുഡ്സ് മാർക്കറ്റ് ഇക്വിലിബ്രിയത്തെയാണ് കാണിക്കുന്നത്. LM കർവ് എന്ന് പറയുന്നത് മണി മാർക്കറ്റ് ഇക്വിലിബ്രിയത്തെ കാണിക്കുന്നു. BP കർവ് എന്ന് പറയുന്നത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഇക്വിലിബ്രിയത്തെയാണ് കാണിക്കുന്നത്. ദ ഓൺലി പോയിന്റ് അറ്റ് വിച്ച് ദ നേഷൻ ഈസ് സൈമൾട്ടേനിയസ്ലി ഇൻ ഇക്വിലിബ്രിയം ഇൻ ദ ഗുഡ്സ് മാർക്കറ്റ്, മണി മാർക്കറ്റ് ആൻഡ് ഇൻ ദ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഈസ് അറ്റ് ദ പോയിന്റ് വെർ IS, LM ആൻഡ് BP കർവ് ക്രോസ്. അപ്പോൾ ഇനി ഒരു രാജ്യം ഒരേ സമയത്ത് 3 മാർക്കറ്റുകളെയും സന്തുലിതാവസ്ഥയിൽ എത്തിക്കുന്നത് ഒരേ ഒരു പോയിന്റിലൂടെ മാത്രമാണ്. 3 മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഗുഡ്സ് മാർക്കറ്റ് വരുന്നുണ്ട്, മണി മാർക്കറ്റ് വരുന്നുണ്ട്, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് വരുന്നുണ്ട്. ഈ 3 മാർക്കറ്റുകളും ഒരേ സമയം ഇക്വിലിബ്രിയത്തിൽ എത്തണമെങ്കിൽ കണ്ടീഷൻ എന്താണ്? IS കർവും LM കർവും BP കർവും തമ്മിൽ ക്രോസ് ചെയ്യുന്ന പോയിന്റിലാണ്. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. X ആക്സിസിൽ ഇൻകം എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നു, Y ആക്സിസിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. IS കർവ്, BP കർവ്, LM കർവ്, ആ 3 കർവുകളും തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിന്റാണ് E. All 3 curves passes through a common point E which correspond to the domestic interest rate R1 and the income level Y1. അപ്പോൾ ഈ 3 കർവുകളും കൂട്ടിമുട്ടുന്ന E എന്ന പോയിന്റിൽ ഡൊമസ്റ്റിക് ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ പലിശ നിരക്ക് R1 ആണ്, അതുപോലെ വരുമാനം എന്ന് പറയുന്നത് Y1 ആണ്. The income level Y1 is less than full employment level of national income YF. തൊട്ടടുത്തായിട്ട് YF എന്നൊരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണ് സൂചിപ്പിക്കുന്നത്? ഫുൾ എംപ്ലോയ്മെൻറ്റിലുള്ള ദേശീയ വരുമാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ ഓപ്പൺ ഇക്കോണമിയുടെ ജനറൽ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ ആ ഒരു വരുമാനം ഫുൾ എംപ്ലോയ്മെൻറ്റിനേക്കാൾ താഴെയായിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ഇംപ്ലൈയിങ് ദാറ്റ് ദർ ഈസ് സം അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ ദ ഇക്കോണമി. അതിൻ്റെ കാരണം സമ്പദ് വ്യവസ്ഥയിൽ എപ്പോഴും ഒരു അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടായിരിക്കും. സിൻസ് ദ ഇക്കോണമി ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ അൺഎംപ്ലോയ്മെൻറ്റ് ഇറ്റ് ഈസ് നോട്ട് ഇൻ ഇൻറ്റേർണൽ ഇക്വിലിബ്രിയം. അപ്പോൾ ഇവിടെ ഒരു സമ്പദ് വ്യവസ്ഥയിൽ എപ്പോഴും അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഇതെന്തല്ല, ഇതൊരു ഇൻറ്റേർണൽ ഇക്വിലിബ്രിയമായിട്ട് പരിഗണിക്കാൻ കഴിയില്ല. ദ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഈസ് ഇൻ ഇക്വിലിബ്രിയം ബിക്കോസ് IS ആൻഡ് LM കർവ് ഇൻ്റർസെക്റ്റ് അറ്റ് പോയിന്റ് ഓൺ ദി BP ഷെഡ്യൂൾ. ഇനി ബാലൻസ് ഓഫ് പേയ്മെൻറ്റിന് ഇക്വിലിബ്രിയം ആയിട്ട് പറയാനുള്ള കാരണം എന്താണ്? IS, LM കർവും BP കർവും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. Then why the IS and LM curve does not intersect at the full employment level of income. എന്തുകൊണ്ടാണ് ഫുൾ എംപ്ലോയ്മെൻറ്റ് ലെവൽ ഓഫ് ഇൻകത്തിൽ LM കർവും IS കർവും കൂട്ടിമുട്ടാത്തത്? അതിൻ്റെ ആൻസർ എന്താണ്? ഫുൾ എംപ്ലോയ്മെൻറ്റ് ലെവൽ ഓഫ് ഇൻകം ലീക്കേജസ് എക്സീഡ് ഇഞ്ചെക്ഷൻസ്. ഫുൾ എംപ്ലോയ്മെൻറ്റ് ലെവൽ ഓഫ് ഇൻകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ലീക്കേജസ് ഏതിനേക്കാളും കൂടുതലായിരിക്കും? ഇഞ്ചെക്ഷൻസിനേക്കാൾ കൂടുതലായിരിക്കും. ലീക്കേജ് എന്ന് പറയുന്നത് സേവിങ്സ്, ടാക്സ്, ഇമ്പോർട്ട്, അതുപോലെ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ്, ഗവൺമെൻറ് സ്പെൻഡിങ്, എക്സ്പോർട്ട്. അപ്പോൾ അത് കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. ദ എക്സസ് ഓഫ് ലീക്കേജസ് ഓവർ ഇഞ്ചക്ഷൻ ഇംപ്ലൈസ് ആൻ ഇൻക്രീസ് ഇൻ ദ സ്റ്റോക്ക് ഓഫ് അൺസോൾഡ് ഗുഡ്സ്. എന്തുകൊണ്ടാണ് ലീക്കേജ് കൂടുതലായിട്ട് വരുന്നത്? അതിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻ എന്താണ്? അത് വിറ്റഴിക്കപ്പെടാത്ത സാധനങ്ങളുടെ ശേഖരം കൂടുതലായിരിക്കും. സ്റ്റോക്ക് ഓഫ് അൺസോൾഡ് ഗുഡ്സ് പറഞ്ഞാൽ എന്താണ്? സാധനങ്ങൾ വിറ്റഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യം, ആ ഒരു എമൗണ്ട് കൂടുതലായിരിക്കും. വിച്ച് വിൽ ഇൻഡ്യൂസ് പ്രൊഡ്യൂസേഴ്സ് ടു റെഡ്യൂസ് ഔട്ട്പുട്ട്. സാധനങ്ങൾ വിറ്റഴിക്കാതെ വരുമ്പോൾ പ്രൊഡ്യൂസേഴ്സിനുള്ള ആ ഒരു താല്പര്യം എന്തായിരിക്കും? അവർ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറയ്ക്കും. ഓൺലി അറ്റ് ഇൻകം ലെവൽ Y1 ലീക്കേജസ് ഈക്വൽ ഇഞ്ചെക്ഷൻസ്. അപ്പോൾ ഇവിടെ Y1 എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൽ മാത്രമാണ് ഇഞ്ചെക്ഷൻസും ലീക്കേജസും തുല്യമാവുന്നുള്ളൂ. സോ ദാറ്റ് ചേഞ്ചസ് ഇൻ സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് ആർ അവോയ്ഡഡ്. അപ്പോൾ നമുക്ക് ഇവിടെ ആ ഒരു സ്റ്റോക്ക് കെട്ടിക്കിടക്കുന്നത് അവോയ്ഡ് ചെയ്യാൻ കഴിയും എന്നാണ് പറയുന്നത്. അടുത്ത ടോപ്പിക്കാണ് അണ്ടർ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയം ഇൻ ദി കെയ്നീഷ്യൻ മോഡൽ. അപ്പോൾ ഇവിടെ ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റുകൾ എപ്പോഴും ഫുൾ എംപ്ലോയ്മെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷേ കെയ്ൻസ് ആണെങ്കിൽ അവിടെ അൺഎംപ്ലോയ്മെൻറ്റ് സിറ്റുവേഷനെ കുറിച്ച് പറയുന്നുണ്ട്. According to Keynes, capitalist economies are not able to maintain a high level of employment equivalent to full employment. ഇപ്പോൾ കെയ്ൻസിൻ്റെ അഭിപ്രായത്തിൽ ഒരു മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരിക്കലും ഫുൾ എംപ്ലോയ്മെൻറ്റ് ലെവലിനനുസരിച്ച് എംപ്ലോയ്മെൻറ്റ് കീപ്പ് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയില്ല. ദ നോർമൽ സിറ്റുവേഷൻ ഈസ് വൺ ഓഫ് അണ്ടർ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയം. ഒരു സമ്പദ് വ്യവസ്ഥയുടെ സാധാരണ കണ്ടീഷൻ എന്ന് പറയുന്നത് എപ്പോഴും അണ്ടർ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയം ആയിരിക്കും. Under employment equilibrium is the equilibrium at less than full employment.
ഫുൾ എംപ്ലോയ്മെൻറ്റിനേക്കാൾ താഴെ വരുന്ന സന്തുലിതാവസ്ഥയെ പറയുന്ന പേരാണ് അണ്ടർ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയം. The classical notion of full employment is based on the equality between saving and investment attained through the changes in the rate of interest. ക്ലാസിക്കൽ തിയറിയിലെ പ്രധാനപ്പെട്ട അസംഷനാണ് ഫുൾ എംപ്ലോയ്മെൻറ്റ്. ഇനി ആ ഒരു ഫുൾ എംപ്ലോയ്മെൻറ്റിനെ നിലനിർത്താൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന അസംഷൻ എന്താണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലുണ്ടാകുന്ന മാറ്റത്തിലൂടെയാണ് സേവിങ്സും ഇൻവെസ്റ്റും തമ്മിൽ ഒരു ഈക്വാളിറ്റി ഉണ്ടാകുന്നത്. ആ ഈക്വാളിറ്റിയാണ് ഫുൾ എംപ്ലോയ്മെൻറ്റ് നിലനിർത്തുന്നത്. But a modern capitalist economy is able to attain the equality between savings and investment below the full employment level of income. പക്ഷേ ഒരു ആധുനിക മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയ്ക്ക് സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിലുള്ള ഈക്വാളിറ്റി അറ്റൈൻ ചെയ്യാൻ കഴിയുന്നത് ഫുൾ എംപ്ലോയ്മെൻറ്റ് ലെവൽ ഓഫ് ഇൻകത്തിൽ താഴെ മാത്രമാണ്. Thus, the normal condition in a capitalist economy is underemployment equilibrium, that not full employment is automatically assured. അതുകൊണ്ട് ഒരു മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ നോർമൽ കണ്ടീഷൻ എന്ന് പറയുന്നത് അണ്ടർ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയമാണ്. നമുക്കൊരിക്കലും ഫുൾ എംപ്ലോയ്മെൻറ്റിനെ ഓട്ടോമാറ്റിക്കായിട്ട് ഉറപ്പാക്കാൻ കഴിയില്ല. The theoretical possibility of secular underemployment equilibrium arises from two factors. അപ്പോൾ രണ്ട് തരത്തിലാണ് അണ്ടർ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയം ഉണ്ടാകുന്നത്. അതിന് രണ്ട് കാരണങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തേത് ഹൈ പ്രൊപ്പൻസിറ്റി ടു സേവ് ഓർ ഓവർ സേവിങ്, അതായത് ആളുകൾ കൂടുതലായിട്ട് സേവ് ചെയ്യുക. ലോ പ്രൊപ്പൻസിറ്റി ടു ഇൻവെസ്റ്റ് ഓർ അണ്ടർ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയുക. അപ്പോൾ രണ്ട് കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഒന്ന് സേവിങ്സ് കൂടുന്നത്, രണ്ടാമത്തേത് ഇൻവെസ്റ്റ്മെൻറ്റ് കുറയുന്നത്. ഗിവൺ ദീസ് പ്രൊപ്പൻസിറ്റീസ് ടു ഇൻവെസ്റ്റ് ആൻഡ് സേവ്, ദി ഇക്കോണമി മേ ബി ഇൻ ഇക്വിലിബ്രിയം ഫാർ ഷോർട്ട് ഓഫ് ഫുൾ എംപ്ലോയ്മെൻറ്റ് ഫോർ ആൻ ഇൻഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈം. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇക്കോണമി എപ്പോഴും എന്തായിരിക്കും? ഫുൾ എംപ്ലോയ്മെൻറ്റിൽ നിന്നും കുറച്ചുകൂടെ താഴെയായിരിക്കും. ഒരു പീരീഡ് എത്ര കാലത്തേക്കെന്ന് പറയാൻ കഴിയില്ല, ഇൻഡെഫിനിറ്റ് പീരീഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഗ്രാഫും കൂടി നോക്കാം. അപ്പോൾ ഇതാണ് ഗ്രാഫ്. ഇതിൻ്റെ എക്സ് ആക്സിസിൽ ഇൻകം എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, വൈ ആക്സിസിൽ കൺസംഷൻ, സേവിങ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ്. C+S കർവ് ഉണ്ട്, അത് അഗ്രിഗേറ്റ് സപ്ലൈനെ കാണിക്കുന്നതാണ്. C+I എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് ഡിമാൻഡിനെ സൂചിപ്പിക്കുന്നതാണ്. The economy is in full employment equilibrium at Y0 level of income. അപ്പോൾ വരുമാനം Y0 ആണെങ്കിൽ സമ്പദ് വ്യവസ്ഥ എന്തായിരിക്കും? ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയത്തിൽ ആയിരിക്കും. Because it is willing and able to invest at the rate sufficient to achieve equilibrium in saving and investment. അതിനെ ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയം ആയിട്ട് പരിഗണിക്കാനുള്ള കാരണം സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിലുള്ള ആ ഒരു ഈക്വാളിറ്റി അച്ചീവ് ചെയ്യാൻ ആവശ്യമായ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനുള്ള സാധ്യതയും കഴിവും ഉണ്ട് എന്നാണ് പറയുന്നത്. If the propensity to invest declines, the C+I function shift in the downward direction. ഇനി ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു താല്പര്യം അല്ലെങ്കിൽ കഴിവ് കുറയുകയാണെങ്കിൽ C+I ഫംഗ്ഷൻ എന്ത് ചെയ്യും? താഴേക്കുള്ള ഡയറക്ഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. സോ ദ ന്യൂ ലെവൽ ഓഫ് ഇൻകം ഈസ് Y. അപ്പോൾ താഴേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കർവ് ഏതാണ്? C+I' എന്ന് കൊടുക്കുന്നു. അപ്പോൾ അതിനനുസരിച്ച് വരുന്ന ഇൻകം എന്ന് പറയുന്നത് Y ആണ്. The fall in the level of income from Y0 to Y will result a loss in several millions of jobs. അപ്പോൾ ഈ വരുമാനം Y0യിൽ നിന്ന് Y ആയിട്ട് കുറയുകയാണെങ്കിൽ ഒരുപാട് പേരുടെ ജോലി നഷ്ടപ്പെടുന്നതിന് കാരണമാകുന്നു. Thus, Keynes stated that since investment opportunities are declining in a modern capitalist economy, what is normal is a state of underemployment equilibrium. അപ്പോൾ ഇവിടെ ഒരു മോഡേൺ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിൽ നിക്ഷേപത്തിനുള്ള അവസരങ്ങൾ കുറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? സമ്പദ് വ്യവസ്ഥയുടെ നോർമൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അണ്ടർ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയം ആയിരിക്കും. ഇത് നമ്മൾ അണ്ടർ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയത്തിന് രണ്ട് ഫാക്ടേഴ്സ് പഠിച്ചു. ഒന്ന് ഓവർ സേവിങ് ആയിരുന്നു, മറ്റൊന്ന് അണ്ടർ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ഇനി ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ഫാക്ടേഴ്സ് ഓഫ് ഓവർ സേവിങ് ഉണ്ടാവാനുള്ള കാരണം എന്തൊക്കെയാണ്? ഇതിൽ ഒന്നാമത്തെ കാരണമാണ് പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ്. An increased amount of saving out of full employment level of income resulting in a decrease in the amount of saving is known as the paradox of thrift. അതായത് ഫുൾ എംപ്ലോയ്മെൻറ്റ് ലെവൽ ഓഫ് ഇൻകത്തിൽ നിന്ന് എല്ലാവരും സേവിങ്സിൻ്റെ എമൗണ്ട് കൂട്ടുകയാണെങ്കിൽ പിന്നീട് വരുന്ന സമയത്ത് സേവിങ്സിൻ്റെ എമൗണ്ട് കുറയും, അല്ലെങ്കിൽ ടോട്ടൽ സേവിങ്സ് കുറയുന്നതിനെയാണ് പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് എന്ന് പറയുന്നത്. ആക്ച്വലി നമുക്കതെന്താ വേണ്ടത്? എല്ലാവരും സേവിങ്സ് കൂട്ടുമ്പോൾ സമ്പദ് വ്യവസ്ഥയിൽ ടോട്ടൽ സേവിങ്സ് കൂടണം. പക്ഷേ ഇവിടെ കൂടുകയല്ല ചെയ്യുക, കുറയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരു പാരഡോക്സ് എന്ന് പറയുന്നത്. ഇനി ആ പാരഡോക്സ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. The tendency of a community to save more at a full employment level of income is represented by a shift in the saving function from S1 to S2.
ഇപ്പോൾ ഇവിടെ ഒരു ഗ്രാഫാണ് വരുന്നത്. ഗ്രാഫ് നോക്കുക. എക്സ് ആക്സിസിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇങ്കാണ്, വൈ ആക്സിസിൽ സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും പോസിറ്റീവ് സ്ലോപ്പ്ഡ് കർവാണ്. ആദ്യം നമുക്ക് നോക്കേണ്ടത് S1ഉം I1ഉം നോക്കാം. ആ S1ഉം I1ഉം തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് E1. അത് ഇനീഷ്യൽ ഇക്വിലിബ്രിയം ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ആ സമയത്തുള്ള ഇൻകം എന്ന് പറയുന്നത് Y1 ആണ്. ഫുൾ എംപ്ലോയ്മെൻറ്റ് ലെവൽ ഓഫ് ഇൻകത്തിൽ നിന്ന് ആളുകൾ കൂടുതലായിട്ട് സേവ് ചെയ്യുകയാണെങ്കിൽ സേവിങ് ഫംഗ്ഷൻ എന്ത് ചെയ്യും, S1ൽ നിന്ന് S2 ആയിട്ട് ഷിഫ്റ്റ് ചെയ്യും. An increase in saving means a reduction in consumption resulting in unsold goods. അപ്പോൾ ഇവിടെ നമുക്ക് വരുമാനത്തിൻ്റെ ഒരു ഇക്വേഷൻ നോക്കാം. Y is equal to C plus S. വരുമാനം എന്ന് പറയുന്നത് കൺസംഷനും സേവിങ്സും ചേർന്നതാണ്. കൺസംഷൻ കൂടുതലാണെങ്കിൽ സേവിങ്സ് കുറയും, അതുപോലെ സേവിങ്സ് കൂടുതലാണെങ്കിൽ കൺസംഷൻ കുറയും. അപ്പോൾ ഇവിടെ സേവിങ്സ് കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് ഉപഭോഗം അല്ലെങ്കിൽ കൺസംഷൻ കുറയുന്നു. കൺസംഷൻ കുറയുക എന്ന് പറഞ്ഞാൽ എന്താണ്, കടകൾ മാർക്കറ്റിൽ വിൽക്കാൻ കഴിയാത്ത സാധനങ്ങളുടെ അളവ് കൂടുന്നു. In response, the firms will reduce production and employment. ഓൾറെഡി മാർക്കറ്റിനകത്ത് സാധനങ്ങൾ വിറ്റഴിക്കപ്പെടുന്നില്ല എങ്കിൽ ഫേംസ് എന്താ ചെയ്യുന്നത്, ഉൽപ്പാദനം കുറയ്ക്കും. ഉൽപ്പാദനം കുറയ്ക്കുമ്പോൾ കുറേ ആളുകൾക്ക് ജോലി നഷ്ടമാവും, അവിടെ എംപ്ലോയ്മെൻറ്റ് കുറയും. The result is not only a decrease in the level of income but also a decrease in aggregate savings. അപ്പോൾ ഇവിടെ ഈ ഒരു പ്രൊഡക്ഷൻ കുറയുന്നത് കൊണ്ട് ലെവൽ ഓഫ് ഇൻകം കുറയുക മാത്രമല്ല ചെയ്യുന്നത്, പിന്നെ എന്തുകൂടി ചെയ്യും, സേവിങ്സ് കൂടി കുറയും. Thus the communities attempted to save more actually result in decreased savings. അപ്പോൾ ഒരു സമൂഹം മൊത്തത്തിൽ സേവിങ്സ് ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ്, ടോട്ടൽ സേവിങ്സ് കുറയാണ് ചെയ്യുക. The reason for the occurrence of the paradox of thrift is that savings of the household did not re-enter into the circular flow as investment fund. പിന്നെ ഇവിടെ എന്തുകൊണ്ടാണ് പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് സംഭവിക്കുന്നത്, ഗാർഹിക മേഖലയിൽ നിന്നുള്ള സേവിങ്സ് എന്ത് ചെയ്യുന്നില്ല, സർക്കുലർ ഫ്ലോയിലേക്ക് അല്ലെങ്കിൽ വരുമാനത്തിൻ്റെ പ്രവാഹത്തിലേക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് വരുന്നില്ല. ഇനി ഓവർ സേവിങ്ങിൻ്റെ രണ്ടാമത്തെ കാരണമാണ് ഇൻഇക്വാളിറ്റി ഇൻ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ. അനദർ ഫാക്ടർ ലീഡിംഗ് ടു സെക്യുലർ ഓവർ സേവിങ് ഈസ് ആൻ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം. വരുമാന വിതരണത്തിലെ അസമത്വമാണ് ഓവർ സേവിങ്സിൻ്റെ മറ്റൊരു കാരണം. ദ ഗ്രേറ്റർ ദ ഇൻഇക്വാളിറ്റി ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം, ദ ഗ്രേറ്റർ ഈസ് ദ എമൗണ്ട് ഓഫ് അഗ്രിഗേറ്റ് ഇൻകം സേവ്ഡ്. അപ്പോൾ വരുമാന വിതരണത്തിലെ ഇൻഇക്വാളിറ്റി വളരെ കൂടുതലാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, സേവ് ചെയ്യപ്പെടുന്ന അഗ്രിഗേറ്റ് ഇൻകത്തിൻ്റെ എമൗണ്ട് കൂടുതലായിരിക്കും. ദിസ് ഈസ് ബേസ്ഡ് ഓൺ ദ ഫാക്ട് ദാറ്റ് ദ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് ഓഫ് ഹയർ ഇൻകം ഗ്രൂപ്പ് ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് ദി ലോവർ ഇൻകം ഗ്രൂപ്പ്സ്. ഹയർ ഇൻകം ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ കൂടുതൽ വരുമാനമുള്ള ആളുകളുടെ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൻ്റെ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് ലോവർ ഇൻകം ഗ്രൂപ്പിൻ്റെ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവിനേക്കാൾ കൂടുതലായിരിക്കും. ഇനി എന്താണ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് എന്ന് പറയുന്നത്, വരുമാനത്തിലെ മാറ്റവും സമ്പാദ്യത്തിലെ മാറ്റവും തമ്മിലുള്ള അനുപാതം അല്ലെങ്കിൽ റേഷ്യോ. അതായത് നമുക്ക് വരുമാനം കൂടുമ്പോൾ നമ്മൾ എത്ര എമൗണ്ട് സേവ് ചെയ്യുന്നുള്ളത്. അപ്പോൾ MPS എപ്പോഴും കൂടുതലായിരിക്കുന്നത് ഹയർ ഇൻകം ഗ്രൂപ്പിൻ്റെ ആയിരിക്കും, ലോവർ ഇൻകം ഗ്രൂപ്പിൻ്റെ സേവിങ്സ് വളരെ കുറവായിരിക്കും. ഇനി മൂന്നാമത്തെ പോയിൻ്റാണ് കോർപ്പറേറ്റ് ആൻഡ് അതർ ഇൻസ്റ്റിറ്റ്യൂഷണൽ സേവിങ്സ്. Corporate savings consist of depreciation reserves for replacement purpose and retained earnings for expansion purpose. അപ്പോൾ ഇവിടെ കോർപ്പറേറ്റിൻ്റെ സേവിങ്സ് എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലാണ് വരിക. ഒന്നെന്താണ്, അവരുടെ യന്ത്രങ്ങൾ കാര്യങ്ങൾക്ക് ഡിപ്രീസിയേഷൻ സംഭവിക്കും. ആ ഡിപ്രീസിയേഷൻ സംഭവിക്കുമ്പോൾ ആ യന്ത്രങ്ങളെ റീപ്ലേസ് ചെയ്യാൻ ആവശ്യമായ പൈസ അവർ മാറ്റിവെക്കും. അതുപോലെ ഫേം എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അവർ സേവിങ്സ് വയ്ക്കാറുണ്ട്. ദീസ് ആർ റിഫ്ലക്റ്റഡ് ഇൻ ദ എമൗണ്ട് ഓഫ് അൺഡിസ്ട്രിബ്യൂട്ടഡ് കോർപ്പറേറ്റ് പ്രോഫിറ്റ്. അപ്പോൾ ഇതെന്തിനാണ് സൂചിപ്പിക്കുന്നത്, വിതരണം ചെയ്യപ്പെടാത്ത കോർപ്പറേറ്റ് പ്രോഫിറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. ദ എമൗണ്ട് ഓഫ് ഇൻകം സേവ്ഡ് ത്രൂ പ്രൈവറ്റ് ലൈഫ് ഇൻഷുറൻസ് കമ്പനീസ്, മ്യൂച്വൽ സേവിങ്സ് ബാങ്ക്സ്, സേവിങ്സ് ആൻഡ് ലോൺ അസോസിയേഷൻസ് ആൻഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആൾസോ കോൺട്രിബ്യൂട്ടഡ് ടു ഓവർ സേവിങ്. അപ്പോൾ പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനികളിൽ, മ്യൂച്വൽ ബാങ്കുകളിൽ, സേവിങ്സ് ആൻഡ് ലോൺ അസോസിയേഷനിൽ, അതുപോലെ കൊമേഴ്ഷ്യൽ ബാങ്കിലൊക്കെ വരുമാനം സേവ് ചെയ്യുന്നത് എന്തിന് കാരണമാവുന്നുണ്ട്, ഓവർ സേവിങ്ങിന് കാരണമാകുന്നുണ്ട്. ഇനി അടുത്ത ടോപ്പിക്കാണ് ഫാക്ടേഴ്സ് ഓഫ് അണ്ടർ ഇൻവെസ്റ്റ്മെൻറ്റ്. എന്തുകൊണ്ടാണ് അണ്ടർ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത് എക്സിസ്റ്റിംഗ് ക്യാപിറ്റൽ അക്യുമുലേഷൻ. Keynes considered existing capital accumulation as the crucial factor leading to underinvestment in capitalist countries. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥകളിൽ അണ്ടർ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് നിലവിലുള്ള ക്യാപിറ്റൽ അക്യുമുലേഷൻ ആണ്, അല്ലെങ്കിൽ മൂലധന സ്വരൂപണമാണ്. The growth of capital resulting from new investment lowers the marginal efficiency of capital.
പുതിയ നിക്ഷേപത്തിൻ്റെ ഫലമായി ക്യാപിറ്റലിൽ ഉണ്ടാകുന്ന വളർച്ച എന്തിന് കാരണമാവുന്നുണ്ട്? ക്യാപിറ്റലിൻ്റെ മാർജിനൽ എഫിഷ്യൻസി കുറയ്ക്കുന്നു. ദിസ് ഈസ് ഡ്യൂ ടു ദ ഫാക്ട് ദാറ്റ് ന്യൂ ക്യാപിറ്റൽ എക്യുപ്മെൻറ്റ് കോമ്പീറ്റ് വിത്ത് ദ എക്സിസ്റ്റിംഗ് സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? പുതിയ ക്യാപിറ്റൽ നിലവിലുള്ള ക്യാപിറ്റലുമായിട്ടൊരു കോമ്പറ്റീഷൻ വരും. ദ റിസൾട്ട് ഈസ് എ fall in the expected return on new investment. അപ്പോൾ ഇതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ന്യൂ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു വരുമാനം കുറയുന്നു. രണ്ടാമത്തത് ക്യാപിറ്റൽ സേവിംഗ് ടെക്നോളജിക്കൽ ചേഞ്ചസ്. Technological developments of the 20th century have been characterized by capital saving inventions. ഇപ്പോൾ 20-ാം നൂറ്റാണ്ടിലാണ് സാങ്കേതികമായ പുരോഗതികൾ അല്ലെങ്കിൽ വികാസങ്ങളൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ക്യാപിറ്റൽ സേവിങ്സ് ഇൻവെൻഷൻസ് ആണ് ഇതിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ദ ഡെവലപ്മെൻറ്റ് ഓഫ് സേഫ് ഗാർഡ്സ് എഗെയിൻസ്റ്റ് ബ്രേക്ക് ഡൗൺ ആൻഡ് എക്സസീവ് ഡിപ്രീസിയേഷൻ ഹാസ് ഗ്രേറ്റ്ലി റെഡ്യൂസ്ഡ് ദ ഡിമാൻഡ് ഫോർ ക്യാപിറ്റൽ ഗുഡ്സ്. ഇപ്പോൾ ടെക്നോളജി വികസിക്കും തോറും മെഷീൻസിൻ്റെ ഒന്നും കൂടി പ്രവർത്തനക്ഷമത കൂടും, ബ്രേക്ക് ഡൗൺ കുറവായിരിക്കും, ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ തേയ്മാനം കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ പുതിയ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ഡിമാൻഡാണത് കുറയ്ക്കുന്നത്. ദിസ് റിസൾട്ടഡ് ഇൻ എ ഡിക്ലൈനിങ് റീപ്ലേസ്മെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നല്ല എക്യുപ്മെൻറ്റ്സ് ഉപയോഗിക്കുമ്പോൾ ബ്രേക്ക് ഡൗണോ അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ ഇല്ലാത്തത് കൊണ്ട് അത്തരം മെഷീൻസിനെ റീപ്ലേസ് ചെയ്യാൻ ആവശ്യമായ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വേണ്ടാത്തൊരവസ്ഥ വരും. അതുകൊണ്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് കുറയുന്നത്. നെക്സ്റ്റ്, declining population. A declining population may affect the inducement to invest in several ways. പോപ്പുലേഷൻ കുറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റിനെ പലതരത്തിൽ സ്വാധീനിക്കാറുണ്ട്. എ റിഡക്ഷൻ ഇൻ ദ നമ്പർ ഓഫ് കൺസ്യൂമേഴ്സ് ഡിസ്കറേജസ് ന്യൂ ഇൻവെസ്റ്റ്മെൻറ്റ്. പോപ്പുലേഷൻ കുറയുക എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസ്യൂമേഴ്സിൻ്റെ എണ്ണമാണ് കുറയുന്നത്. അപ്പോൾ ഈ കൺസ്യൂമേഴ്സിൻ്റെ എണ്ണം കുറയുന്നത് പുതിയ നിക്ഷേപങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നു. റെസിഡൻഷ്യൽ കൺസ്ട്രക്ഷൻ ഈസ് അഡ്വേഴ്സ്ലി എഫക്റ്റഡ്. ഇപ്പോൾ റെസിഡൻഷ്യൽ ആയിട്ടുള്ള കൺസ്ട്രക്ഷനെ അത് അഡ്വേഴ്സായിട്ട് അല്ലെങ്കിൽ പ്രതികൂലമായിട്ട് എഫക്റ്റ് ചെയ്യും. റെസിഡൻഷ്യൽ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോം അപ്ലയൻസസ്, ഫർണിച്ചേഴ്സ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. സോ ദ ഡിമാൻഡ് ഫോർ ഫർണിച്ചർ, ഡൊമസ്റ്റിക് അപ്ലയൻസസ്, റോഡ്, സ്കൂൾസ് ആൻഡ് പബ്ലിക് യൂട്ടിലിറ്റീസ് ഡിമിനിഷസ്. പോപ്പുലേഷൻ കുറയുന്നതിൻ്റെ ഒപ്പം ഫർണിച്ചറുകളുടെ ഡിമാൻഡ് കുറയും, ഹോം അപ്ലയൻസസിൻ്റെ ഡിമാൻഡ് കുറയും, റോഡുകൾ വേണ്ട, സ്കൂളുകൾ വേണ്ട, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുടെ ഡിമാൻഡ് കുറയും. Thus, declining population reduces the demand for consumer durables and fixed capital. ജനസംഖ്യ കുറയുന്നത് കൺസ്യൂമർ ഡ്യൂറബിൾസിൻ്റെ ഡിമാൻഡ് കുറയ്ക്കുന്നു, അതേപോലെ ഫിക്സഡ് ക്യാപിറ്റലിൻ്റെ ഡിമാൻഡും കുറയ്ക്കുന്നു. ദി ഇക്കോണമി വിൽ എക്സ്പീരിയൻസ് ആൻ ഓൾ റൗണ്ട് റിഡക്ഷൻ ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ്. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്താണ്? സമ്പദ് വ്യവസ്ഥയിൽ മൊത്തത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയുന്നു. നാലാമത്തെ പോയിന്റ്, ലിമിറ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഏരിയാസ്. Increasing industrialization of underdeveloped areas, political and economic nationalism in the colonies, and the barriers imposed on free trade restricted profitable investment outlets available for the capitalist countries. ക്യാപിറ്റലിസ്റ്റ് സമ്പദ് വ്യവസ്ഥകളുടെ പ്രധാനപ്പെട്ട സവിശേഷതയാണ് അണ്ടർ ഡെവലപ്ഡ് ഏരിയാസിൽ അവർ കോളനികൾ സ്ഥാപിക്കും. പക്ഷേ പിന്നീട് എന്ത് ചെയ്തു? ഈ അണ്ടർ ഡെവലപ്ഡ് ഏരിയാസിലൊക്കെ വ്യവസായവൽക്കരണം കൂടുതലായിട്ട് വന്നു. അതുപോലെ തന്നെ രാഷ്ട്രീയവും സാമ്പത്തികവുമായിട്ട് നാഷണാലിസം ഉയർന്നു വന്നു. അതുപോലെ ഫ്രീ ട്രേഡിന് ഒരുപാട് നിയന്ത്രണങ്ങളും ബാരിയേഴ്സൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ വന്നപ്പോൾ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്തായിരുന്നു? ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമീസിന് പ്രോഫിറ്റബിൾ ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള സാധ്യതകൾ കുറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അണ്ടർ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു.